ഹായ്, എൻ്റെ പേര് ലീഷ മരിയപ്പോൾ. ഞാനിപ്പോൾ ചിറയൻകീഴ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ ജൂനിയർ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ ദ്രോണാചാര്യയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ പഠന രീതികളെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു കോപ്പറേറ്റീവ് സെക്ടറിൽ ക്ലർക്ക് കാഷ്യർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് മിനിമം ഏറ്റവും കുറഞ്ഞത് ഒരു 4 മണിക്കൂറെങ്കിലും പഠിക്കണം. എൻ്റെ പഠന രീതികളെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് എക്സാമുകൾക്കായിരുന്നു, അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ആയിരുന്നു. ഇപ്പോൾ ദ്രോണാചാര്യയിൽ ഓഫ്ലൈനിൽ ചേർന്ന സമയത്ത് നമുക്ക് 2 ബണ്ടിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ബണ്ടിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫുൾ ഞാൻ കംപ്ലീറ്റ് പഠിച്ചിട്ടാണ് ഞാൻ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് പഠിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്ന കാര്യങ്ങളുണ്ടാവും. അതായത് നമുക്ക് പുതിയതായിട്ട് തോന്നുന്ന കാര്യങ്ങളെല്ലാം, അങ്ങനത്തെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ട് അതിന് കുറച്ചുകൂടി കൂടുതൽ സമയം കൊടുത്തിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ എനിക്ക് വീക്കായെന്ന് തോന്നിയിരുന്ന സബ്ജക്റ്റുകൾ, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ബയോമാക്സ് ആയിരുന്നു +2 പഠിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അക്കൗണ്ടൻസി എന്ന് പറയുന്ന വിഷയം കുറച്ച് പാടായിരുന്നു. അപ്പോൾ അതിനകത്താണ് ഞാൻ കൂടുതൽ സമയം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഏതാണോ പാടായിട്ടുള്ള വിഷയം അതിന് കുറച്ചുകൂടി കൂടുതൽ സമയം കൊടുത്ത് പഠിക്കുകയും അതിൻ്റെ സബ്ജക്റ്റ് വൈസ് എക്സാമുകൾ കുറച്ചുകൂടി കൂടുതൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ നമ്മളെല്ലാവരും പൊതുവെ എല്ലാവർക്കും ഇംഗ്ലീഷ് മാത്സ് GK എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് മാറ്റി വിടുന്ന സബ്ജക്റ്റാണ്. അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സബ്ജക്റ്റുകൾക്ക് ബാക്കി കോർപ്പറേഷൻ ലോ എന്നതിന് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇംഗ്ലീഷ് മാത്സ് നമ്മൾ അതിൽ കിട്ടിക്കോളും എന്ന് പറഞ്ഞ് കുറച്ച് മാറ്റി നിർത്തുന്ന സബ്ജക്റ്റാണ്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മാത്സ് GK ആണ്. അപ്പോൾ അതിന് കൂടുതൽ പ്രാധാന്യം, അല്ലെങ്കിൽ സബ്ജക്റ്റുകൾക്ക് എന്തോരം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് വെച്ച് തന്നെ ഇംഗ്ലീഷ് മാത്സ് GK പഠിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഞാനിപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ഞാൻ രാത്രി പഠിക്കുന്നതിനേക്കാളും കൂടുതൽ രാവിലെ പഠിക്കുന്ന ആളാണ്. അപ്പോൾ ഓരോരുത്തരെ സംബന്ധിച്ചത് ഓരോന്നായിരിക്കും. ചിലവർക്ക് രാത്രി ആയിരിക്കും, ചിലവർക്ക് രാവിലെ ആയിരിക്കും. പിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കണ്ടിന്യൂസ്ലി ഒരു 1 hour 2 hour ഇരിക്കുന്ന ആളല്ല. അരമണിക്കൂർ പഠിച്ച് പിന്നെ ബ്രേക്ക് എടുത്ത് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അടുത്ത അരമണിക്കൂർ പഠിച്ച് അങ്ങനെയായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെ പഠന രീതികൾ അവരെ സംബന്ധിച്ച് സെപ്പറേറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് എങ്ങനെയാണോ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് അതനുസരിച്ച് സ്പെൻഡ് ചെയ്യുക. പക്ഷേ എല്ലാവരോടും കോമൺ ആയിട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് വീക്കായിട്ട് തോന്നുന്ന ഏത് പോർഷനാണോ അതിൽ കൂടുതൽ സമയം കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ തിയറി പഠിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പ്രീവിയസ് എക്സാംസും അതുപോലെ തന്നെ സബ്ജക്റ്റ് വൈസ് എക്സാമുകളും ഓൺലൈൻ എടുത്തിരിക്കുന്ന ആളാണെങ്കിലും ഓഫ്ലൈൻ എടുത്തിരിക്കുന്ന ആളാണെങ്കിലും എങ്ങനെയാണെങ്കിലും എക്സാംസിന് കുറച്ചുകൂടി കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. കാരണം കുറേ തിയറി പഠിക്കുന്നതോടൊപ്പം തന്നെ അതേ ഇമ്പോർട്ടൻസിൽ നമ്മൾക്ക് എന്താ പറയുക, ഒരു OMR ഷീറ്റ് എക്സാം അല്ലെങ്കിൽ OMR ടൈപ്പ് എക്സാം എഴുതുന്ന ആളെ സംബന്ധിച്ച് കറക്റ്റ് പ്രിസൈസ് ആയിട്ടൊരു ആൻസറേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഒരുപാട് തിയറി എഴുതി വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണോ ക്വസ്റ്റ്യൻസ് വരുന്നത്, എങ്ങനെയാണോ അതിന് ക്രാക്ക് ചെയ്യേണ്ടതെന്നുള്ള രീതിക്ക് നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ എക്സാംസ് തന്നെ ഫോളോ ചെയ്ത് പോകണം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ എക്സാംസും അതുപോലെ തന്നെ ചാപ്റ്റേഴ്സിൻ്റെ കൂടെ തന്നെ ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് കോപ്പറേറ്റീവ് സെക്ടറിലെ എക്സാം. അപ്പോൾ എല്ലാവരും കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ പഠിക്കുക, എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. എല്ലാവർക്കും അവരുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിച്ചേരാൻ പറ്റട്ടെ. താങ്ക് യു.